ഒരു വ്യക്തി നിങ്ങളെ വലിച്ച് താഴെ ഇടാൻ ശ്രമിച്ചു. പക്ഷേ ആ വ്യക്തി തന്നെ തിരിച്ച് അതേ അവസ്ഥയിൽ വന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തി നിങ്ങളുടെ ആ ഒരു മോശം അവസ്ഥയിൽ ഒത്തിരി ചിരിച്ചു, സന്തോഷിച്ചു. നിങ്ങൾക്ക് പിറകെ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് മറ്റുള്ളവരോട് ഈ വ്യക്തി പറഞ്ഞു. അവർ ആകെ വിചാരിച്ചത് അവരാണ് രാജാവ്, അവർക്ക് മാത്രമേ എല്ലാം ചെയ്യാനുള്ള അധികാരമുള്ളൂ, അവർ രാജാവാണ്, വേറെ ആർക്കും അതിനുള്ള അധികാരമില്ല എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ മുകളിലൊരാളുള്ള കാര്യം അവർ മറന്നുപോയി. ഇവിടെ ആ വ്യക്തി അവർ ചെയ്തതിൻ്റെ ആ ഒരു ബലം അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി എപ്പോഴും നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഇവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു മാസ്ക് ഇട്ടതുപോലെയാണ് ഇവർ നിങ്ങളുടെ മുന്നിൽ ഇരുന്നത്. അതായത് ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ ഒന്ന് പറയും, നിങ്ങളുടെ പിറകിൽ മറ്റൊന്ന് പറയും. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഈ വ്യക്തി. നിങ്ങളുടെ സ്വന്തം ആളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇവരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമായിരുന്നു. ഈ വ്യക്തി ഒരു വിഷം ചീറ്റുന്ന പാമ്പായിരുന്നു. അതായത് നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും നിങ്ങളുടെ കൂടെ അല്ലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. അതായത് പൂർണ്ണമായിട്ടും 100% ആത്മാർത്ഥത ഇവർക്ക് നിങ്ങളോടില്ലായിരുന്നു. അതായത് ഒരു വിഷം ചീറ്റുന്ന പാമ്പിനെ പോലെയായിരുന്നു ഇവരുടെ പ്രകൃതം. പക്ഷേ സഡനായിട്ടൊരു ചേഞ്ച് ഇവിടെ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ചേഞ്ച് വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഷോക്കിംഗ് ചേഞ്ച് ഗോഡിൻ്റെ ആ ഒരു പ്ലാനിങ് ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ദൈവം ആഗ്രഹിച്ച നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ എനർജിയിൽ നിന്ന് പുറത്തു വരണമെന്നായിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് ദൈവം ഇങ്ങനെയുള്ള എനർജിയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക. ദൈവം ആ ഒരു ബന്ധത്തെ തന്നെ അവസാനിപ്പിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ട്രാൻസ്ഫോം ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പാസ്റ്റിൽ നിങ്ങൾ വളരെയധികം ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അവർ ഭയങ്കരമായിട്ട് നിങ്ങളെ വിഷമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവം ആഗ്രഹിച്ചു ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരണമെന്ന്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരും ദൈവം പുറത്തു കൊണ്ടുവന്നതാണ് നിങ്ങളെ. നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ശുദ്ധമായിട്ടുള്ള പവിത്രമായിട്ടുള്ള എനർജിയാണ്. ആ ഒരു എനർജി മറ്റുള്ളവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, അതായത് നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരായിരുന്നു, പക്ഷേ നിങ്ങളെ യൂസ് ചെയ്തവർ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവരായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായത് കൊണ്ട് തന്നെ നിങ്ങളെ യൂസ് ചെയ്യാൻ നിങ്ങളിപ്പോൾ ആരെയും അനുവദിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പുറത്ത് മാറ്റിയിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെയായിരുന്നു ഗോഡും ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് ക്ലാരിറ്റിയും സത്യം എന്താണെന്ന് മനസ്സിലാവണമെന്നായിരുന്നു. ഇങ്ങനെ പല ആൾക്കാരും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി എന്ന് പറയും. നിങ്ങൾ ഒരിക്കലും നിരാശരാവരുത്. നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇവിടെ ഒരു വലിയ ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾ പറക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് അതിന് നന്ദി പറയുക ഈശ്വരനോട്. അപ്പോൾ നിങ്ങൾ ഈ റീഡിംഗ് ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക. ടൈപ്പ് 1111 സ്വാമിയെ ശരണയ്യപ്പ.